ഒറ്റയ്ക്ക് അതിജീവിക്കുവാൻ എപ്പോഴും തയ്യാറാവുക. ചില ആളുകൾ പെട്ടെന്ന് മാറുന്നു. ഇന്ന് നിങ്ങൾ അവർക്ക് പ്രധാനമാണ്, നാളെ നിങ്ങൾ അവർക്ക് ഒന്നുമല്ല. അതാണ് യഥാർത്ഥ ജീവിതം. പരാജിതൻ കാറ്റിനെ കുറ്റം പറയും. മൂഢൻ കാറ്റിൻ്റെ ഗതി മാറുന്നതും കാത്തു നിൽക്കും. വിജയി കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായ മാറ്റിക്കെട്ടും. ഉച്ചത്തിലുള്ള ശബ്ദം ശക്തവും നിശബ്ദത ദൗർബല്യവുമാണെന്ന് ഒരിക്കലും കരുതരുത്. സിംഹത്തിൻ്റെ നിശബ്ദതയാണ് അപകടത്തെ സൂചിപ്പിക്കുന്നത്, അവൻ്റെ ഗർജനമല്ല. നമ്മളെല്ലാവരും ഉള്ളിൽ ഒരു ദൈവിക അഗ്നിയോടെയാണ് ജനിച്ചത്. ഈ അഗ്നിക്ക് ചിറകുകൾ നൽകുകയും ലോകത്ത് നന്മയുടെ പ്രകാശം നിറയ്ക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ആകാശം എപ്പോഴും നീല നിറമുള്ളതും പൂക്കളാൽ നിറഞ്ഞതുമായ പാതകൾ നമ്മുടെ ജീവിതത്തിലുടനീളം ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല. മഴയില്ലാത്ത സൂര്യനും ദുഃഖമില്ലാത്ത സന്തോഷവും വേദനയില്ലാത്ത സമാധാനവും ദൈവം വാഗ്ദാനം ചെയ്തിട്ടേയില്ല. നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും തകരുമ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയുക. അവശിഷ്ടങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു സുവർണാവസരം നിങ്ങൾക്ക് കണ്ടെത്താനാകും. വിജയകരമായ ജീവിതത്തിന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ബോധത്തിൽ ആശയങ്ങളുണ്ട്. അത് പുറത്തുവിടുകയും വളരാനും രൂപപ്പെടുത്താനുമുള്ള സന്നദ്ധത ഉണ്ടാകുമ്പോൾ സാധ്യതകൾ ഉണ്ടാകും. അത് വിജയകരമായ സംഭവങ്ങളിലേക്ക് നയിക്കും. യൗവനത്തിൻ്റെ ജ്വലിക്കുന്ന മനസ്സാണ് ഭൂമിയിലെ ഏറ്റവും മികച്ച വിഭവം. വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യം, വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ധൈര്യം, ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം, പ്രശ്നങ്ങളെ കീഴടക്കി വിജയിക്കുവാനുള്ള ധൈര്യം എന്നിവയാണ് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം. ഇതാണ് യുവജനങ്ങൾക്കുള്ള എൻ്റെ സന്ദേശം. ഭൂരിപക്ഷം ആളുകളും മറുപടി പറയുവാനാണ് കേൾക്കുന്നത്, മനസ്സിലാക്കുവാനല്ല. അതാണ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം.